ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പമാണ്. രണ്ട് ടൈപ്പുള്ള അപ്പമാണ് ഇവിടെ കാണിക്കുന്നത്. രാഗി കൊണ്ടും ഗോതമ്പ് പൊടിയും കൊണ്ടും ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. രാഗി അപ്പം ഉണ്ടാക്കാൻ ഞാനിതാ ഇവിടെ ഒരു കപ്പ് രാഗി എടുത്തിട്ടുണ്ട്. അതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമ്മൾക്ക് ആവശ്യം ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഇതിൽ 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. നമ്മൾ രാഗി മാത്രമാകുമ്പോൾ കഴിക്കുമ്പോൾ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് അതിനനുസരിച്ചിട്ടുള്ള ആട്ടപ്പൊടി എടുത്തത്. അപ്പോൾ അത് 3/4 കപ്പോളം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതുപോലെ മിക്സാക്കി എടുത്തത്. ഇനി നമ്മൾക്ക് ആവശ്യം ഇതാ ചോറാണ്. 3/4 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിക്കുക. വെള്ളം ഓവർ ആവാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചത് 1/2 കപ്പ് വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ച് പിന്നെ എന്താ നമ്മൾ മിക്സാക്കി വെച്ച ഈ ഗോതമ്പും എല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ ഇതിൽ ചേർത്ത ചോറൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം. അപ്പോൾ അരച്ചതിന് ശേഷം ഉണ്ടല്ലോ എനിക്കിത് കുറച്ചൊരു ലൂസായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 1 കപ്പും കൂടെ രാഗിപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു തിക്കിലാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ചേർത്തത് 2 കപ്പ് രാഗിയും 3/4 കപ്പോളം ഗോതമ്പ് പൊടിയും 1/2 കപ്പ് വെള്ളം പിന്നെ ചോറും 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് നല്ല മിക്സാക്കിയ ശേഷം ഞാനിതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഈ മുട്ട ചേർക്കാതെയും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മുട്ട ചേർക്കുന്നത് എനിക്ക് ഒന്നും കൂടെ നല്ലൊരു സ്പോഞ്ചി ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂണോളം ഉപ്പും 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഇട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നു. 1/4 ടീസ്പൂണിലും കുറവായിട്ടാണ് ഞാൻ ചേർത്തത്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ നന്നായിട്ട് മിക്സാക്കി കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് വരെ നമ്മളിതുപോലെ വെച്ചാൽ മതി കേട്ടോ. ഓവറായിട്ട് കുറേ സമയമൊന്നും വെക്കണമെന്നില്ല. പിന്നെ ഇതാ നമ്മളിത് മിക്സ് ആക്കുന്ന സമയത്ത് നല്ലോണം ലൂസായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ല ചൂടായ സമയത്ത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. തുറന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൊരു ഡ്രൈ ആയിട്ടുള്ളത് പോലെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിത് അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നല്ല ബബിൾസ് വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് ഇത് കോരിയെടുക്കാം. അപ്പോൾ നല്ല ഈസിയും ടേസ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ നമ്മൾ തേങ്ങാപ്പാലും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നല്ല കറി, ചിക്കൻ കറി, മീൻ കറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് ഇതിന് നല്ല ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്ക്. രാഗിപ്പൊടി ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല നാരോട് കൂടിയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ നമ്മൾ രാഗിപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ മതി. അരി കുതിർത്ത് ഇറക്കേണ്ട അങ്ങനെയൊന്നും ടൈമൊന്നും വേസ്റ്റ് ആകാനില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് ആട്ട കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഈ ഒരു അപ്പത്തിന് നമുക്ക് കറി പോലും ഉണ്ടാക്കേണ്ടതില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടും. നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ അതങ്ങനെ തേങ്ങ അരച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതോട്ട് തേങ്ങാപ്പാലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിഞ്ചോളം ഉപ്പിട്ടാൽ മതി, കൂടുതലിടേണ്ട. അപ്പോൾ അതൊട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതാ ഞാൻ ഇവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ആട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒഴിച്ച് നല്ലോണം ലൂസാവാൻ പാടില്ല. അപ്പോൾ ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതുപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒഴിച്ച് ലാസ്റ്റ് ഞാൻ എത്ര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളതെന്ന് ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം.
അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് തന്നെ നമുക്കിതിലേക്ക് വേണ്ട. കാരണം ഇത് ഞാൻ രാവിലെ മക്കൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഉണ്ടാക്കിയതാണ്. ആ സമയത്ത് തന്നെ ഞാൻ വീഡിയോ എടുത്ത്, അതുകൊണ്ട് ഞാൻ ഗ്യാരൻറ്റി പറയാമെന്ന്, നിങ്ങൾക്കിത് ഉണ്ടാക്കുന്നെങ്കിൽ ഒരിക്കലും ഇത് ഫ്ലോപ്പായി പോലെ സക്സസ് തന്നെ ആവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി, കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എടുത്ത ആട്ടപ്പൊടിയൊക്കെ കറക്റ്റായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. 2.25 കപ്പാണ് എനിക്കിതിന് ടോട്ടലായിട്ട് വേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട, ഒരെണ്ണം മതിയെ നമുക്കിത്. അപ്പോൾ ഇതും കൂടി ഇട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ആ ഒരു ലൂസും കൂടെ വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതുകൊണ്ട് തന്നെ കൂടുതലാവാതെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചൊരു ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാനുണ്ട്. ബേക്കിംഗ് സോഡയാണ് എടുത്തത്, ബേക്കിംഗ് പൗഡർ അല്ല. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ പോലുമില്ല, അത്രയും കുറച്ചാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അതും കൂടി ഇട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതെങ്ങനെ ചുടുന്ന നോക്കാം. അപ്പോൾ സാധാരണ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഒരു കയ്യിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചൂടായ സമയത്താണ് നമ്മൾ ഈ ഒരു മാവ് ഒഴിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തുറന്ന് തന്നെ കുറച്ച് സമയം വെക്കാം. ഇനി ഇതിൻ്റെ ഫുള്ളായിട്ട് ഓട്ടകളുണ്ടാവും. അപ്പോൾ ആ ഒരു ഓട്ട വരുന്നത് വരെ നമ്മളിത് വെയിറ്റ് ചെയ്യുക. മുകളിലുള്ള ഭാഗമൊക്കെ പകുതിയോളം ഒന്ന് കുക്കായിട്ടും കിട്ടും. നമ്മളിത് അടക്കണമെന്നില്ല, തുറന്ന് വെച്ചാൽ തന്നെ നമുക്ക് നല്ല വെന്ത് കിട്ടും. അപ്പോൾ അത് നടുഭാഗം മാത്രം ചെറുതായിട്ടുണ്ടാകുന്ന സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചെന്നേ ഉള്ളൂ. അടച്ചില്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇത് ഒഴിക്കുന്ന സമയത്ത് പാന് നല്ല ചൂടായിട്ടുണ്ടാവണം. ആ സമയത്താണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഒഴിച്ച ഉടനെ അടച്ചു വെക്കാനും പാടില്ല. ഇങ്ങനെ തുറന്ന് വെച്ചാൽ തന്നെ അതിൽ ഫുള്ളായിട്ട് ഓട്ടകളുണ്ടാവും. ആ ഓട്ട വരുന്ന ഫുള്ളായിട്ടൊന്ന് ഓട്ട വരുന്ന സമയത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ കുക്കാവും. പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നല്ല ചൂടായ സമയത്താണ് ഇത് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഇത് നമുക്ക് ഉണ്ടാക്കാൻ ഓട് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾക്ക് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മളിതൊന്ന് മിക്സാക്കിയ ശേഷം പൊടികളെല്ലാം ഇട്ട് ഒന്ന് മിക്സാക്കിയ തന്നെ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ റെഡിയാക്കിയതൊക്കെ നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ചൂടോട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യും കൂടി പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് നെയ്യ് തടവി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നെയ്യ് കൂടി ഇടുമ്പോഴില്ലേ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് കുറച്ചൊന്ന് ഷുഗർ ഇതുപോലെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം ഇതിലേക്ക്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി. നമ്മൾക്ക് ഇതിലേക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല. പിന്നെ സ്റ്റൂ പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. ഗോതമ്പ് പൊടി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതുപോലെ ഞാൻ അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓട്ടുപോൾ എന്നാണ് അതിൻ്റെ പേര്. കാസർഗോഡ് ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക്. ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.